ഹലോ മക്കളെ, അപ്പോൾ ദേ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കൊഞ്ചേറി ഉണ്ടാക്കിയാലോ. ദേ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, പെരിഞ്ചീരകം ഇട്ടു, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇട്ട് കേട്ടോ. എന്നിട്ട് ദേ സവാള ഇട്ട് ഉപ്പിട്ട് വഴറ്റിയ ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിട്ട് കേട്ടോ. അത് നന്നായിട്ട് വഴണ്ടിയ ശേഷം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി. എന്നിട്ട് ആ പൊടിയുടെ എല്ലാ പച്ചമണവും മാറിയിട്ട് ഉപ്പിട്ട ശേഷം കുറച്ച് ചിക്കൻ മസാല ഇട്ട്, ചിക്കൻ മസാലയ്ക്ക് ശേഷം എന്താ നമ്മൾ തക്കാളി നന്നായിട്ട് അരച്ച് ചേർത്ത് കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഈ തക്കാളി അരച്ച് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകുറാന്ന് വരും കേട്ടോ കറി. പിന്നെ മല്ലിച്ചെപ്പിട്ടു, അതിന് ശേഷം കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കൊഞ്ചൂട്ടനെ പറക്കി ഇട്ടു കേട്ടോ. നിറയെ കൊഞ്ചുണ്ടായിരുന്നു, 150 രൂപയ്ക്ക് കിട്ടിയ കേട്ടോ. നല്ല ലാഭമായിരുന്നു, വലിയ കൊഞ്ചുമായിരുന്നു. അങ്ങനെ ഇത് കൊഞ്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ഒരുവിധം ആ മസാലയൊക്കെ കൊഞ്ചിൽ പിടിച്ചു എന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അത്രയും വെള്ളം ഒഴിക്കാം കേട്ടോ. ഇവിടെ ഇപ്പം കുറച്ച് ചാറോടാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. റോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അവിടെ വെച്ച് ഈ കറി അങ്ങ് നിർത്തി ഒന്നുകൂടെ ഒന്ന് എന്താ പറയണ്ട, മൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കറിയായിട്ട് വെക്കുന്നതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ തെളിയും കണ്ടോ. ഇത് വെന്ത് ഇങ്ങനെ എണ്ണ തെളിയുന്ന സമയത്ത് നമ്മുടെ കറി റെഡി ആയെന്നായിട്ട് അർത്ഥം. എന്നിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് വേണേൽ ഉപ്പ് നോക്കുക, കുറച്ചുകൂടെ കറിവേപ്പില ഇടണമെങ്കിൽ അതിടാം, മല്ലിയില ഇടണമെങ്കിൽ അതിടാം. എൻ്റെ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സൂപ്പർ കൊഞ്ചേറി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.